എടുത്ത ബിൽഡിങ്ങിൻ്റെ വാടക കൊടുക്കാൻ വരെ ഇവരെ കൊണ്ട് സാധിക്കാതെയായി. അങ്ങനെ നിന്ന സമയത്തേക്കും ഈ കൂടെ ഉണ്ടായിരുന്ന 2 പേര് അവരിട്ടിട്ട് അങ്ങ് പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മാത്രമായി അവിടെ നിന്നത്. അപ്പോൾ എന്നോട് പറയും, ഇടി അവർ കേസ് കൊടുക്കും, എന്നെ പിടിച്ചുകൊണ്ട് പോകും, എന്നെ ജയിലിലിടും. അപ്പോൾ ഞാൻ പറയും, അങ്ങനെയൊന്നും വരില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ലേ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു, എൻ്റെ മൂത്ത മോൾ ഉടമ്പടി എടുത്തു, രണ്ടാമത്തെ മോൾ ഉടമ്പടി, ഞങ്ങളെല്ലാവരും ഉടമ്പടിയിൽ ഇരിക്കുന്നവരാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാലും ഭയങ്കര പേടി. അപ്പോൾ പിന്നെ പറയും, ഇല്ല അവർ കേസ് കൊടുത്തല്ലേ, അറബിയൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചുകൊണ്ടല്ലേ പോകത്തുള്ളൂ, പിടിച്ചുകൊണ്ട് പോയാൽ ജയിലിലിടും എന്നൊക്കെയുള്ള ഒരു സംസാരം വരുമായിരുന്നു. അപ്പോൾ അപ്പോൾ അതിനുശേഷം ജോലിക്കൊന്നും പോകാതെയായി ആൾ പേടിച്ചിട്ട് റൂമിൽ തന്നെ ഇരിക്കും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വിട്ടിട്ട് പോയ 2 പേര് വീണ്ടും ആ സ്ഥലത്ത് തന്നെ വിസിറ്റിന് പോയി ഇറങ്ങിയ സമയത്ത് തന്നെ അവിടുത്തെ എയർപോർട്ടിൽ വെച്ച് അവരെ പോലീസ് പിടിച്ച് അവരെ ജയിലിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, ഇടി അവരെ ജയിലിൽ കൊണ്ടുപോയി, അപ്പോൾ എന്നെ ഇനി പിടിക്കും, എന്നെയും ജയിലിൽ കൊണ്ടുവന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഉടമ്പടിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാക്ഷ്യവും അച്ഛൻ്റെ വചനമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. കാരണം വിശ്വാസം കുറച്ച് കുറവുണ്ട് എൻ്റെ ഹസ്ബൻഡിന്. ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയല്ലേ, പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ്.